അഡ്വക്കേറ്റ് ജിസ്മോൾ ജോസിന്റെയും മക്കളുടെയും ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇപ്പോഴത്തെ കേസന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നും ജിസ്മോളിന്റെ ബന്ധുക്കളും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളോടും പോലീസ് നിസ്സംഗത പുലർത്തുകയാണെന്നും ആക്ഷൻ കൗൺസിൽ നേതാക്കൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇതൊക്കെ നിമിഷം കൊണ്ട് തെളിയിക്കാൻ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ CI. കാരണം അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ അന്വേഷണത്തിൽ കിട്ടിയ ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചില സമ്മർദ്ദങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എന്ന് അത് വെളിപ്പെടുത്താൻ പോലീസിന് സാധിക്കില്ല. പക്ഷേ അത് വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇനിയും സാധിക്കും, പിന്നീടും സാധിക്കും. അത് ഞങ്ങൾ വെളിപ്പെടുത്തണോ വേണ്ടയോ എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. അവിടെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി എവിടെയാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് തൃപ്തികരമായ മറുപടി പോലീസിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ പോലീസിനെ കണ്ട് പേടിക്കാനൊന്നും ഞങ്ങളില്ല, പോലീസിനെ കണ്ട് പേടിച്ചിട്ടുമില്ല. അന്വേഷണത്തിന്റെ ഏത് അറ്റം വരെയും പോകാൻ ഞങ്ങൾ എന്ത് നടപടി സ്വീകരിക്കണമോ അതൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് ആ കുടുംബത്തിനോടൊപ്പം ആക്ഷൻ കൗൺസിലിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതികളുടെ വീട്ടിലുണ്ടായിരുന്ന CCTV പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പോലീസ് പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല. ജിസ്മോളുടെ മരണത്തെക്കുറിച്ച് ആക്ഷൻ കൗൺസിലിനുള്ള സംശയങ്ങൾ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഒന്നാം പ്രതി വഴക്ക് പറഞ്ഞതിന്റെ പേരിലാണ് മരണം നടന്നത് എന്ന പോലീസിന്റെ മൊഴിയും ജിസ്മോളെ മാനസിക രോഗിയാക്കി മാറ്റാനുള്ള പ്രതികളുടെ വ്യഗ്രതയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമായി കരുതുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. കാരണം ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഉണ്ട്. കെട്ടിച്ചു വിട്ടവരും കെട്ടിച്ചു വിടാനുള്ളവരും ഉണ്ട്. ഇങ്ങനെ ഏത് കാര്യവും എവിടെ എന്തും നടക്കുമെന്നാണെങ്കിൽ ഈ രാജ്യത്ത് എന്താ സുരക്ഷിക്കുന്നത്? അപ്പോൾ അടുത്തുള്ള മറ്റേത് സ്റ്റേഷനുകളിലും ഈ സ്റ്റേഷനിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തുമ്പുണ്ടാക്കിയിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണിത്. ശേഖരിക്കാമായിരുന്ന പല തെളിവുകളും വേണ്ട സമയത്ത് ശേഖരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്തതും. പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും അന്വേഷണ വിധേയമാക്കാൻ പോലീസ് തയ്യാറാകാത്തത് സംശയമുണ്ടാക്കുകയാണ്. ഫോൺ പരിശോധനകൾ കൃത്യമായി നടത്തിയിട്ടില്ല. നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് പോലീസ് കാലതാമസം വരുത്തുകയാണ്. സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ NK ശശികുമാർ, കൺവീനർ ശാന്തി പ്രഭാത, അംഗങ്ങളായ ആര്യ സബിൻ, പ്രിൻസ് നീറിക്കാട്, അശോക് AR, ജിസ്മോളുടെ പിതാവ് PK തോമസ്, രാജു ആലപ്പാട്ട തുടങ്ങിയവർ പറഞ്ഞു. ഏറ്റുമാനൂർ നഗരം ചുറ്റിയെത്തിയ പ്രതിഷേധ മാർച്ച് സ്റ്റേഷൻ റോഡിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ സമരത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഗൗരവതരമായ അന്വേഷണമാണ് നടത്തിയതെന്ന് ഏറ്റുമാനൂർ പോലീസ് അധികൃതർ പറയുന്നു. പ്രതികളിൽ പലർക്കും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും വിദേശത്തേക്ക് പോയ കുറ്റാരോപിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഏറ്റുമാനൂർ പോലീസ് വ്യക്തമാക്കി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിമ്മിയും അതുപോലെ തന്നെ ജിമ്മിയുടെ ഫാദറിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തതാണ്. ജിമ്മിയുടെ മദറിന് കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ജിമ്മിയുടെ പ്രതിയായിട്ടുള്ള ജിമ്മിയുടെ പെങ്ങൾക്ക് ലുക്കൌട്ട് സർക്കുലറിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ കൃത്യവും കാര്യക്ഷമമായിട്ട് തന്നെയാണ് പോകുന്നത്.